മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. അപ്പോൾ നമ്മളുടെ 7ാം ക്ലാസ്സിലെ മാത്സിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകളിലെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് മക്കളെ എപ്പോഴും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചാലും എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Some 2 meter long road are cut into 5 pieces of equal length. 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായി മുറിച്ചു. അപ്പോൾ നമ്മളെടുത്ത് ഒരു റോഡുണ്ട്, ഒരു കമ്പിയുണ്ട്. അതെന്താണ്, എത്ര മീറ്റർ നീളമുണ്ട്? 2 മീറ്റർ നീളാണുള്ളത്. ഓക്കെ, 2 മീറ്റർ, 2 മീറ്റർ നീളമുള്ള ഒരു കമ്പീനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു റോഡ് എന്ത് ചെയ്തു, അതിനെ നമ്മൾ 5 ഈക്വൽ പാർട്സ് ആക്കി. ഓക്കെ, 5 ഈക്വൽ പാർട്സ് ആക്കി, 5 ഭാഗങ്ങളാക്കി മുറിക്കുകയാണ്. അപ്പോൾ 1 2 3 4 5. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, നമ്മളുടെ 2 മീറ്റർ നീളമുള്ള ഒരു റോഡ് എന്താക്കി 5 പീസായിട്ട് ഡിവൈഡ് ചെയ്തു. അതും എന്താണ്, ഈക്വൽ ആയിട്ടുള്ള പീസാണ്. അങ്ങനെയാണെങ്കിൽ എടാ ഒരു പീസിന്റെ നീളം എത്രയെന്ന് ചോദിച്ചാൽ, ഒരു പീസിന്റെ നീളം എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ, 2 മീറ്ററിനെ 5 ഈക്വൽ പാർട്സ് ആക്കി അല്ലേ, 2 മീറ്ററിനെ 5 ഈക്വൽ പാർട്സ് ആക്കി. അങ്ങനെയാണെങ്കിൽ എടാ 2/5 ആയിരിക്കും അതിന്റെ ഒന്നിന്റെ നീളം എന്ന് പറയുന്നത്. 2 മീറ്ററിനെ ഇങ്ങനെയാണ്, 2 മീറ്ററിനെ 5 ഈക്വൽ പാർട്സ് ആക്കി എന്നാ പറഞ്ഞത് അല്ലെ. 2നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ, 2നെ 5 ആയിട്ട് മുറിച്ചു. അങ്ങനെയാണെങ്കിൽ എടാ 2/5 മീറ്റർ ആയിരിക്കും ഇതിൽ ഓരോന്നും. ഇതും 2/5 ആയിരിക്കും, ഇതും 2/5 ആയിരിക്കും, ഇതും 2/5 ആയിരിക്കും, ഇതും 2/5 ആയിരിക്കും. ഓക്കെ, ഇനി മിസ് ചോദിക്കട്ടെ, 3 മീറ്റർ നീളമുള്ള ഒന്നിനെ നമ്മൾ 7 കഷ്ണങ്ങളാക്കുകയാണ്. 5 6 7 കഷ്ണങ്ങളുണ്ട്. ഇത് എത്രയാണ്, 3 മീറ്റർ നീളമുള്ള ഒരു റോഡിനെ നമ്മൾ 7 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിന്റെ നീളം എത്രയായിരിക്കും? 3നെ 7 കഷ്ണങ്ങളാണ് അല്ലേ ആക്കിയത്. അപ്പൊ 3നെ 7 കഷ്ണം, 3/7 ആയിരിക്കും ഒന്നിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പൊ നോക്കിയേ, സം 2 meter long roads are cut into 5 pieces of equal length. 2 മീറ്റർ നീളമുള്ള കുറെ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായി മുറിച്ചു. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഓക്കെ, ഓരോ കഷ്ണത്തിന്റെയും നീളം എത്ര മീറ്റർ ആണെന്ന്. എത്ര മീറ്റർ ആടാ, നമ്മൾ കണ്ടുല്ലേ, 2 മീറ്ററിനെ 5 ഭാഗങ്ങളാക്കിയെങ്കിൽ അതിന്റെ ഒന്നിന്റെ നീളം എത്രയാടാ, 2/5 മീറ്റർ ആണ്. ഓക്കെ, 2/5 മീറ്റർ ആണ്. അപ്പൊ ഒന്നാമത്തതിന്റെ ആൻസർ എത്രയാണ്, 2/5 മീറ്റർ. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ്? ഓക്കെ, ഒരു പീസ് എത്രയാണ്, ഒരു പീസ് എന്ന് പറയുന്നത്, ഒരു പീസ് എന്ന് പറഞ്ഞാൽ എത്രയാടാ, 2/5 മീറ്റർ ആണ് അല്ലെ. ഒരു പീസ് എന്ന് പറഞ്ഞാൽ 2/5 മീറ്റർ ആണെങ്കിൽ 4 പീസ് അല്ലേ, 4 പീസ് എത്ര ആയിരിക്കുംടാ, 4 പീസ് എത്രയായിരിക്കും നമുക്കറിയാം അല്ലെ. ഒരു പീസ് 2/5 ആണെങ്കിൽ 4 പീസ് എത്രയായിരിക്കും, 4 × 2/5 ആയിരിക്കും അല്ലെ. അപ്പൊ രണ്ടാമത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 4 പീസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, 4 പീസ് അല്ലെങ്കിൽ 4 കഷണങ്ങൾ എന്ന് പറയുന്നത് എത്രയായിരിക്കുംടാ, 4 × 2/5 ആയിരിക്കും. അതായത് 4 × 2/5 ആയിരിക്കും, അതായത് 8/5 ആയിരിക്കും. 8/5ന്റെ പ്രത്യേകത എന്താടാ, ഇവിടെ ഛേദം ചെറുതാണ് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഡിനോമിനേറ്റർ സ്മോൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ മിശ്ര ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ എങ്ങനെയാ ചെയ്യാ, 8/5 ചെയ്യണം അല്ലെ. 8നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും, 1 5 ആണുള്ളത്. ദെൻ 5 3 ശിഷ്ടം വരും. അപ്പൊ എത്രയുണ്ടാവുക, നമ്മൾ ആദ്യം മുകളിലുള്ള സംഖ്യനെ ആദ്യം എഴുതും. ദെൻ നമുക്ക് എത്രയാണോ ശിഷ്ടം കിട്ടിയത് അതിനെ മുകളിൽ എഴുതും. ബൈ എത്ര കൊണ്ടാണോ നമ്മൾ ഹരിക്കുന്നത് അതിനെ താഴെ എഴുതും അല്ലേ. അപ്പൊ 1 3/5 ആണ് നമ്മളുടെ ആൻസർ. 1 3/5 മീറ്റർ ആണ് നമ്മളുടെ ആൻസർ. ദെൻ അടുത്ത് നോക്കിയേ, 10 പീസ് ആയാലോ എന്നാ ചോദിച്ചത്. ഓക്കെ, 10 പീസ് ആയാലോ എന്ന്. അപ്പൊ നോക്കിയേ, 10 പീസ് ആയാലോ എന്ന്. മൂന്നാമത്തെ ആൻസർ എത്ര, 10 പീസിന്റെ എത്ര ആയിരിക്കുംടാ, 10 പീസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 × എത്രയായിരിക്കും, 2/5 ആയിരിക്കും. അതായത് 20/5 ആയിരിക്കും.
അതായത് 4 ആണ് നമ്മളുടെ ആൻസർ. 4 മീറ്റർ ആയിരിക്കും. അങ്ങനത്തെ 10 പീസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആയിരിക്കും. ഓക്കെ സെറ്റ്. ദെൻ അടുത്തയിലേക്ക് പോവാം. നോക്കേ, 5 liter of milk is filled in 6 bottles of same size. 5 ലിറ്റർ 5 ലിറ്റർ പാല് ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചു. അപ്പൊ നമ്മളേല് വലിയൊരു വെസലുണ്ട്. അതിൽ എത്ര ലിറ്റർ ആണ്? 5 ലിറ്റർ. ഓക്കെ, 5 ലിറ്റർ പാലുണ്ട്. അതിനെന്ത് ചെയ്തു? 6 കുപ്പികളിൽ 1 2 3 4 5 6. ഓക്കെ, 6 കുപ്പികളിൽ 5 ലിറ്റർ പാലിനെ 6 കുപ്പികളിൽ നിറച്ചു. 6 കുപ്പികളും ഒരേപോലെയുള്ള കുപ്പികളാണ് കേട്ടോ. മിസ് വരച്ചതിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് മക്കളെ ഇവര് നിറച്ചത് എങ്ങനെയാണ്? ഒരേപോലെയുള്ള 5 കുപ്പികളിലാണ്. ഓക്കെ, ഒരേപോലെയുള്ള 5 കുപ്പികളിലാണ്. അപ്പൊ 5 ലിറ്റർ പാലിനെ എത്ര ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്? 6 ആക്കിയിട്ട് അല്ലേ? 5 ലിറ്റർ പാലിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു കുപ്പിയിൽ എത്ര പാലുണ്ടാവും? ഇവിടെ എത്ര ഉണ്ടാവും? 5നെ 6 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ 5/6 ലിറ്റർ ഉണ്ടാവും. ഇതും 5/6 ലിറ്റർ ഉണ്ടാവും. ഇതും 5/6 ഉണ്ടാവും. ഇതും 5/6 ഉണ്ടാവും. ഇതും 5/6. ഇതും 5/6. ഓക്കെ, എല്ലാം എത്ര ഉണ്ടാവും? 5/6 ലിറ്റർ ഉണ്ടാവും അല്ലേ? അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ്? ഓരോ കുപ്പികളിലും എത്ര ലിറ്റർ പാലുണ്ട്? എത്ര ലിറ്റർ ഉണ്ടടാ? 1 കപ്പില് അല്ലെങ്കിൽ 1 ബോട്ടിലാണ് അല്ലേ? 1 ബോട്ടിൽ അല്ലെങ്കിൽ ഒരു കുപ്പി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5/6 ലിറ്റർ ആയിരിക്കും അല്ലെ? 5/6 ലിറ്റർ മിൽക്ക് ആയിരിക്കും ഉണ്ടാവുക. then അടുത്ത ഹൗ മെനി ലിറ്റർ ഇൻ 3 ബോട്ടിൽ ടുഗെദർ? 3 കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ ഉണ്ടെന്ന്. ഒരു കുപ്പിയിൽ നമ്മളുടെ 5/6 ആണെങ്കിൽ 3 കുപ്പിയിൽ എത്ര ആയിരിക്കും ഉണ്ടാവുക? നമുക്കറിയാം അല്ലെ? എത്രയായിരിക്കും? 3 ബോട്ടിൽ എന്ന് പറയുന്നത് എത്രയാണ്? 3 × 5/6 ആയിരിക്കും. അതായത് എത്രയാണ്? 3 × 5/6, അതായത് 15/6. ഇതിനെന്താ പ്രത്യേകത? ഡിനോമിനേറ്റർ സ്മോൾ ആണ് അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക്, മിശ്രഭിന്ന രൂപത്തിലേക്ക് മാറ്റണ്ടേ? അപ്പൊ നോക്ക്, 15/6. എത്ര 6 ഉണ്ട്? 2 ഉണ്ട് അല്ലേ? 12 3 വരും. then എത്ര കിട്ടും? നമ്മളുടെ 2 എഴുതും, റിമൈൻഡർ മോളിൽ എഴുതും /6. 2 3/6. പക്ഷെ നോക്കിയേ, ഈ 3/6 നമുക്ക് ഇനിയും ചെറുതാക്കി കൂടെ? ഇതിലുള്ള ഈ ഒരു 3/6 നോക്ക്, ഈ ഒരു 3/6 നമുക്ക് വേണമെങ്കിൽ ഇനിയും ചെറുതാക്കി കൂടെ? ചെറുതാക്കാം അല്ലേ? നോക്ക്, 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? മുകളിലും താഴെയും 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇതിനെ? ഇല്ലല്ലേ, 3നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇതിന് അടുത്ത് നോക്കുക, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഉണ്ടല്ലോ, 3നെയും 6നെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? അപ്പൊ നോക്ക്, 3 കൊണ്ട് ഹരിച്ചു നോക്ക്. 3/6 equal to 3/3/6/3, അതായത് 1/3. അതായത് 3/6 എന്തിന് ഈക്വൽ ആണ്? 1/3ക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 1/3 എന്ന് എഴുതാം. ഓക്കെ, 2 1/3 എന്ന് എഴുതാം. സോ നമ്മളുടെ 3 ബോട്ടിൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 1/3 ലിറ്റർ ആയിരിക്കും. then നോക്കിയേ, 4 കുപ്പികളിലോ, ഓക്കെ, 4 ബോട്ടിൽസിലോ. അപ്പൊ ഇത് നിങ്ങൾ കമന്റ് ചെയ്യണം. എത്രയായിരിക്കും 4 ബോട്ടിൽസിൽ എന്ന് പറയുന്നത്? ഒരു ബോട്ടിൽ 5/6 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 4 ബോട്ടിൽസിൽ എത്രയായിരിക്കും? ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓക്കെ സെറ്റ്. then അടുത്ത് നോക്കിയേ, 9 liter of a milk is divided equally among 3 children. How many liters will each get? What if there are 4 children? അപ്പൊ ആലോചിക്കേ, 9 ലിറ്റർ പാല് 3 കുട്ടികൾക്ക് ഒരേപോലെ വീതിച്ചു. ഓരോ കുട്ടിക്ക് എത്ര ലിറ്റർ പാല് കിട്ടിയിരിക്കും? ഓക്കെ, അപ്പൊ എന്താണ്? 9 ലിറ്റർ പാല്. ഓക്കെ, 9 ലിറ്റർ പാല് എത്ര ആയിട്ടാ വീതിച്ചതടാ? 3 ചിൽഡ്രന് അല്ലെ? 3 കുട്ടികൾക്കാണ് വീതിച്ചത് അല്ലെ? 9 ലിറ്റർ 3 കുട്ടികൾക്കായിട്ട് വീതിച്ചു. ഓക്കെ, 9 ലിറ്റർ പാലുണ്ട് നമ്മളെ കയ്യില്. അത് എത്ര കുട്ടികൾക്കാണ്? 3 കുട്ടികൾക്ക് വീതിച്ചു.
3 കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്താൽ മതിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ പാലിങ്ങനെ വീതിക്കുകയാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു ബോട്ടിൽ ഫുള്ള് തന്നു, ഒരാൾക്ക് കുറച്ച് തന്നു, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ സമ്മതിക്കോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ടീച്ചർ എന്തായാലും ഒരുപോലെ വീതിക്കണം അല്ലേ, ഒരുപോലെ വീതിക്കണം. അപ്പോൾ 9 ലിറ്റർ പാല് ഒരുപോലെയുള്ള 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക? എത്രയായിരിക്കും? 9/3 ആയിരിക്കില്ലേ അല്ലേ? 9/3 അതായത് എത്രയാ? 3 ലിറ്റർ ആയിരിക്കും. അതായത് ഇവക്കും 3, ഇയാൾക്കും 3. ഓക്കെ, അപ്പൊ 3 ആൾക്കും 3 liters ഓഫ് മിൽക്ക് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് ഗെറ്റ്? ഓരോ കുട്ടിക്കും എത്രയാണ്? 1. ഒരാൾക്ക് എന്ന് പറയുന്നത് 3 ലിറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ദർ ആർ 4 ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ, 4 ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് വീതിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 9 ലിറ്റർ 4 ആൾക്കായിട്ട് വീതിക്കുകയാണ്. 1, 2, 3, 4 ആൾക്കായിട്ട് വീതിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? 9നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരാൾക്ക് എത്രയായിരിക്കും കിട്ടുക? ഒരാൾക്ക് എത്രയായിരിക്കും? 9/4 ലിറ്റർ 4 ലിറ്റർ പാലായിരിക്കും ഒരാൾക്ക് കിട്ടുക അല്ലേ? 9 ലിറ്ററിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ്. അപ്പൊ എന്തായിരിക്കും? 9/4 ആയിരിക്കും ഒരു കുട്ടിക്ക് കിട്ടുക അല്ലേ? അപ്പൊ 9/4 എന്താണ്? ഛേദം ചെറുതാണ് അല്ലേ, ഡിനോമിനേറ്റർ സ്മോൾ ആണ്. അപ്പൊ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റും. അപ്പൊ എന്താണ്? 9നെ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എത്ര കിട്ടും? 2, 8, 1 ശിഷ്ടം വരും അല്ലേ? അപ്പൊ എന്തായിരിക്കും? മുകളിൽ 2 ആദ്യം എഴുതുക, റിമൈൻഡർ മുകളിൽ ബൈ എത്ര കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് അത് എഴുതുക. അതായത് 2 1/4 ലിറ്റർ. ഓക്കെ, 2 1/4 ലിറ്റർ ആണ് നമ്മുടെ ആൻസർ. Then last question നോക്കിയേ. Last question, 6 kilogram of rice was packed in 5 bags of the same size. How many kilogram of rice in each bag? What if it packed in 4 bags? 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 5 സഞ്ചികളിലാക്കി. Then ഓരോന്നാണ് കേട്ടോ, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? 4 സഞ്ചികളിലായാലോ. ഓക്കെ, അപ്പൊ എന്താണ്? 6 കിലോഗ്രാം ഓഫ് റൈസ്. അപ്പൊ നമ്മളതിൽ എത്ര ഉണ്ട്? ഒരു 6 kg റൈസ് ഉണ്ട്, 6 കിലോഗ്രാം റൈസ് ഉണ്ട്. അതിനെന്ത് ചെയ്തു? ആ 5 ബാഗുകളിൽ, ഓക്കെ, എത്ര ബാഗുകളിൽ? 1, 2, 3, 4, 5 ബാഗുകളിലാക്കിയിട്ട് ഫില്ല് ചെയ്യുകയാണെങ്കിൽ, 5 ബാഗും എന്താണ്? സെയിം സൈസുള്ള 5 ബാഗിലാക്കി ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു ബാഗിൽ എത്ര ആയിരിക്കും ഉണ്ടാവുക? 6 കിലോഗ്രാമിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഒന്നിൽ എത്ര ഉണ്ടാവുക? 6/5 ആയിരിക്കും അല്ലേ? 6/5 കിലോഗ്രാം ആയിരിക്കും ഒരു ബാഗില്. ഇതിലും 6/5 ആയിരിക്കും, ഇതിലും 6/5 ആയിരിക്കും, ഇതിലും 6/5 ആയിരിക്കും, ഇതിലും 6/5 ആയിരിക്കും. ഓക്കെ, 6/5 ആയിരിക്കും ഓരോ ബാഗിലും ഉണ്ടാവുക. ദെൻ അടുത്ത് നോക്കിയേ. If it is packed in 4 bags, 4 സഞ്ചികളിലാക്കിയാലോ എന്നാ ചോദിച്ചത്. അപ്പൊ നമുക്ക് 6 കിലോഗ്രാം അരി 1, 2, 3, 4 4 സഞ്ചികളിലാക്കിയാൽ എന്താ സംഭവിക്കുക? ഒരു സഞ്ചിയിൽ എത്രയായിരിക്കും? 6/4 ആയിരിക്കും. പക്ഷെ നോക്കിയേ, 6/4 6/4 നമുക്ക് എന്താക്കാം? ചെറുതാക്കിക്കൂടെ. നോക്കിയേ, 6/4 നമുക്ക് എന്ത് ചെയ്താം? 6/4 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 6/2/4/2, അതായത് എത്രയായിരിക്കും? 3/2 ആയിരിക്കും. സോ ഓരോ ബാഗിലും 3/2 3/2 3/2 3/2 ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഇവിടെ നോക്ക്, 6/5 ആണ്. പക്ഷെ എന്താണ്? 6/5 എന്താണ്? ഛേദം ചെറുതല്ലേ, ഡിനോമിനേറ്റർ സ്മോൾ അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റിക്കൂടെ? 6/5 1 അല്ലേ? അതായത് 1/5. 6/5 എന്ന് പറഞ്ഞാൽ 1/5 ആയിരിക്കും അല്ലേ? 1/5 ആയിരിക്കും. അതായത് 6 കിലോഗ്രാമിനെ 5 ബാഗുകളിലാക്കിയാൽ ഒരു ബാഗിൽ 1/5 ആയിരിക്കും. ദെൻ 6 കിലോഗ്രാമിനെ 4 ബാഗുകളിലാക്കിയാൽ ഒരു ബാഗിൽ എത്ര ആയിരിക്കും? 3/2. പക്ഷെ 3/2നെ നമുക്ക് ഇതുപോലെ എഴുതിക്കൂടെ? ഇതുപോലെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് എഴുതിക്കൂടെ? 3/2നെ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക്, മിശ്ര ഭിന്ന രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതും താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, സെറ്റ്. ദെൻ ബൈ.